നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പ്രശാന്ത്, തിരുവനന്തപുരം നഗരസഭ, പ്രത്യേകിച്ച് ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം തലസ്ഥാനത്തെ നഗരസഭയാണ്. ബി.ജെ.പി. ഭരിക്കുന്ന ഒരുപാട് നഗരസഭയുണ്ട്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ തലസ്ഥാനത്താണ്, ഭരണസിരാ കേന്ദ്രമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും ബി.ജെ.പിക്ക് ആദ്യമായിട്ടാണ് ഭരണം കിട്ടിയത്. അതെ, ആദ്യമായിട്ട് ഭരണം കിട്ടിയ സ്ഥലമാണ്. പാലക്കാടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും തിരുവനന്തപുരം മേയർ ഈ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ വല്ലാതെ സ്കോർ ചെയ്തിട്ടുണ്ട്. പല ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെത് ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടതായി വരുന്നുണ്ട്. സ്വാഭാവികമാണ്. ഈ അടുത്ത കാലത്തായി, അതായത് വെള്ളമില്ല, തെരുവ് നായ്ക്കളെ വെളിച്ചമില്ല, തെരുവ് നായ്ക്കളെ പുനരധിവസിപ്പിച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാകുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം SMV സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദം, അതായത് SMV സ്കൂളിന്റെ, അത് ഗവൺമെന്റ് സ്കൂളാണ് തിരുവനന്തപുരത്തെ, മറ്റുള്ളവർ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സ്കൂളിന്റെ പാർക്കിംഗ് ഏരിയ, അവിടുത്തെ PTA പ്രസിഡന്റ് സ്വയം മറ്റുള്ളവർക്ക് പാർക്കിങ്ങിന് കൊടുത്ത് അനധികൃതമായ പൈസ ഈടാക്കിയതിനെതിരെ അന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസം, പൊങ്കാലയ്ക്ക് 2-3 ദിവസം മുമ്പ് ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തെ തുടർന്ന് മേയർ ഇടപെടുകയും അവിടെ വളരെ കൃത്യമായി തന്നെ ഫൈൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ 3-4 മാസമായിട്ട് അവർക്കൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ പുതിയ പരാതിയുമായി വരുന്നു. രാജേഷ് ആള് കളിക്കാൻ ചെയ്തതാണ് മേയർ, ഞങ്ങളത് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരുന്നു, അങ്ങനെ ഞങ്ങൾ എല്ലാം ചേർന്ന് ആവശ്യപ്പെട്ടതാണ്, 4 മാസത്തോളം കഴിഞ്ഞ് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ്. അത് മാത്രമല്ല, അതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതിൽ പറയുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയുന്ന ഒരു കാര്യം, ഈ സ്കൂളിന്റെ അവസ്ഥ ശോചനീയമാണെന്ന്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഏതാണ്ട് ഓക്സ്ഫോർഡിന് തുല്യമാണെന്നും അമേരിക്കയിലെ ക്ലാസ് മുറികൾ പോലെയാണ് ഇവിടെ സ്മാർട്ട് ക്ലാസ് മുറികളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് തിരുവനന്തപുരം നഗരമധ്യത്തിലെ സ്കൂളിന്റെ അവസ്ഥ ശോചനീയമാണെന്നും അവിടെ പാർക്കിംഗ് നടത്തി വേണം സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും പണം അനുവദിക്കേണ്ടത്, പണം കണ്ടെത്തേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് വി ശിവൻകുട്ടിയുടെ കൊട്ടേഷൻ ആണെന്നാണ്. കാരണം കുറെ ദിവസമായി ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടിയും പഴയ മേയറായ VK പ്രശാന്ത്, രണ്ടുപേരും മുൻ മേയർമാരായിരുന്നു. ഈ മേയർമാർ രണ്ടുപേരും കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും വിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലുള്ള, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളിലെ ആൾക്കാരെ വെച്ചുകൊണ്ട്, അതും ഈ പത്രസമ്മേളനം നടത്തുന്ന ആൾക്ക് നമ്മുടെ ശിവൻകുട്ടിയുടെ അതേ തരത്തിലുള്ള, മന്ത്രി ശിവൻകുട്ടിയുടെ അതേ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട്. വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കുന്നത് തപ്പിയും തടഞ്ഞുമാണ്, എഴുതിക്കൊണ്ടുവന്ന് വായിക്കുകയാണ്, അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അല്ല, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ ഈ വായിക്കാൻ അറിയാമോ, എഴുത്തും വായനയും അറിയുമോ എന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് വളരെ നഗ്നമായ രാഷ്ട്രീയ കളിയാണ്. അതായത് BJP നഗരഭരണം പിടിച്ചെടുത്ത് ഇപ്പൊ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്നൊക്കെ ആൾക്കാർ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു കൃത്യമായ തിരിച്ചറിവുണ്ട്. അതായത് വരാൻ പോകുന്ന ഭാവി, വരാൻ പോകുന്ന കാലം BJPയുടേതാണ്. ആ BJPക്ക് അനുകൂലമായ രീതിയിൽ അതിനെ ഒരുക്കിയെടുക്കണമെങ്കിൽ ഈ 5 വർഷത്തെ നഗരഭരണം അങ്ങേയറ്റം സത്യസന്ധവും സുതാര്യവും അഴിമതിരഹിതവുമായിരിക്കണം. വലിയ ജനോപകാരപ്രദമായ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ജനദ്രോഹം ചെയ്യരുത് എന്ന് BJPക്ക് ഒരു നിലപാടുണ്ട്. അത് BJPയുടെ പാർട്ടിയുടെയും ഈ ജയിച്ചു വന്നിരിക്കുന്ന കൗൺസിലർമാരുടെയും ഒക്കെ, നമ്മൾ അവരോടൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിച്ച് അവർ പറയും വാർഡിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ വലിയ എന്ന് വെച്ചാൽ അങ്ങ് മല മറിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യില്ല. ഇതൊരു നിലപാടാണ്, ഒരു പാർട്ടിയുടെ നിലപാടാണ്. പിന്നെ BJP എല്ലാവരും വിചാരിച്ചെന്താന്ന് വെച്ചാൽ BJPക്ക് 50, അതായത് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു സീറ്റ് കൂടെ ലഭിച്ചില്ലെങ്കിൽ, അതായത് 51 ആയില്ലെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാൻഡിംഗ് കൗൺസിലുകളിലേക്ക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ BJPക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം BJPക്ക് നഷ്ടപ്പെടും, ഡെപ്യൂട്ടി മേയറൊക്കെ കിട്ടും. അപ്പോൾ BJP അവിടെയും വളരെ സമർത്ഥമായിട്ട് കരുനീക്കി CPM വിമതനായി മത്സരിച്ച് ജയിച്ച ഒരാളിനെ, അതായത് പിന്നെ രാധാകൃഷ്ണൻ എന്ന കണ്ണമ്മൂലയിലെ മാധ്യമപ്രവർത്തകൻ കൂടിയായ രാധാകൃഷ്ണനെ BJP ഒപ്പം നിർത്തി. രാധാകൃഷ്ണൻ ഒരു കാര്യം സത്യമാണ്, അപ്പുറത്ത്
ഈ പറഞ്ഞതുപോലെ CPM-നോട് കലഹിച്ച് CPM-ന്റെ നയങ്ങളോട്, CPM എന്ന ആശയത്തോടല്ല, CPM പിന്തുടർന്ന് വന്ന നയങ്ങളോട് കലഹിച്ചാണ് രാധാകൃഷ്ണൻ പാർട്ടിക്ക് പുറത്തു വന്നതും സ്വതന്ത്രനായിട്ട് മത്സരിച്ചത്, വിജയിച്ചത്. ആ രാധാകൃഷ്ണൻ ഒരിക്കലും വീണ്ടും പോയിട്ട് CPM-ന്റെ അടുത്ത് പോയി അതിനെ കൊടപിടിച്ച് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-നോട് കൃത്യമായി നേരിട്ട് ഏറ്റുമുട്ടി വിജയിച്ചു വന്ന BJP ആണ് രാധാകൃഷ്ണന്റെ ഓപ്ഷൻ. അങ്ങനെ രാധാകൃഷ്ണൻ BJP-യുമായിട്ട് സഹകരിക്കുന്നു. ഇവിടെ നല്ലൊരു ഭരണസമിതി ഉണ്ടായി. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഭരണസമിതി അധികാരമേറ്റപ്പോൾ മുതൽ നഗരസഭയിൽ നടന്ന ക്രമക്കേടുകൾ ഒന്നൊന്നായിട്ട് പുറത്തു വരികയാണ്. അതാണ് പേടി എന്നാണ്, അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ പ്രശ്നം. ഈ BJP സ്കോർ ചെയ്യും, BJP ഭാവിയിൽ അധികാരം പിടിക്കും. അതിനുമൊക്കെ അപ്പുറത്ത് ഈ വിദ്യാഭ്യാസ മന്ത്രിയെയും കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രനെയും മുൻ മേയർ നിലവിലെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെയും ഒക്കെ മുൻ മേയർ ശ്രീകുമാറിനെയും ഒക്കെ വേവലാതിപ്പെടുത്തുന്നത്, അവരുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 15-20 വർഷം നടന്ന അഴിമതികൾ, നഗരസഭയിൽ നടന്ന ഒട്ടും സുതാര്യമല്ലാത്ത സത്യസന്ധമല്ലാത്ത പ്രവൃത്തികൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, ഏതിനും കമ്മീഷൻ വാങ്ങിക്കുന്ന ഈ എന്താ പറയുക വളരെ വൃത്തികെട്ട ആ നയം, അത് ഇപ്പോൾ ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന കേവലം 1-2 സംഭവങ്ങളല്ല. ഇപ്പൊ SMV സ്കൂളില് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവസാനം ഈ നഗരസഭാ ഭരണം ഒഴിയുന്നതിന് തൊട്ടു മുൻപ് പോലും പല വെട്ടിപ്പും തട്ടിപ്പും ആലോചിച്ച് നോക്കൂ. പിന്നെ പുത്തരിക്കണ്ടം മൈതാനം കൊടുത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അത് പ്രശാന്ത് പറഞ്ഞോളൂ. ശ്രീല പറഞ്ഞോളൂ, കുഴപ്പമില്ല. പുത്തരിക്കണ്ടം മൈതാനം ഉൾപ്പെടെയുള്ള ശേഷം ഞാൻ പറയാം. അതെ, ഓണം, അടുത്ത ഓണത്തിന്, അതായത് കഴിഞ്ഞ വർഷമേ കൊടുത്തിരിക്കുകയാണ്, കഴിഞ്ഞ കാലാവധി തീരാൻ പോവുകയാണ്, അടുത്ത ഭരണസമിതി വരാൻ 6 മാസം കഴിഞ്ഞ് വരേണ്ട ഓണത്തിന് നേരത്തെ തന്നെ 15,000 രൂപയ്ക്ക്, അതായത് 1.5 ലക്ഷം രൂപ വാടക കിട്ടുന്ന സ്ഥലം 15,000 രൂപയ്ക്കാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വെറും 15,000 എന്ന് പറഞ്ഞാൽ ദിവസം 15,000 രൂപ, ദിവസം 1.5 ലക്ഷം രൂപ വാടക കിട്ടുന്നിടത്താണ് 10%. അതിന് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അതായത് ഇതിന്റെ 10 ഇരട്ടി കിട്ടും. ആ 10 ഇരട്ടി വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പോ ഇങ്ങനെ ചെയ്തത്. അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. പാർട്ടിക്കും പോകും പൈസ, വ്യക്തികൾക്കും അല്ലല്ല, അത് മാത്രമല്ല ശ്രീലേ, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടെൻഡർ പിടിച്ചിരിക്കുന്ന ആളാരാ? ഈ നേതാക്കളുടെ ബിനാമികളാണ്. ഈ ബിനാമികൾ പിടിക്കുന്ന ടെൻഡർ മറിച്ച് 10 ഇരട്ടി തുകയ്ക്ക് കച്ചവടക്കാർക്ക് കൊടുക്കുന്നു. കച്ചവടക്കാര് പാവം ഈ പണം ഇവർക്ക് അടച്ച് ഇവിടെ കച്ചവടം ചെയ്യുന്നു, അവർക്ക് ന്യായമായ ലാഭം കിട്ടും. പക്ഷേ ഈ 10 ഇരട്ടി തുക അടയ്ക്കേണ്ടി വരുമ്പോൾ അവർ ഈ കച്ചവട ഈ കൊണ്ടുവരുന്ന വസ്തുക്കൾക്കെല്ലാം, വിൽക്കാനായിട്ട് കൊണ്ടുവരുന്ന വസ്തുക്കളിലെല്ലാം വില കയറ്റും. അങ്ങനെ വില കയറ്റിയാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇവർക്ക് കിട്ടും. ജനദ്രോഹമാണ് ഇതൊരു ചെറിയ കാര്യം. ഇതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, മഴക്കാലപൂർവ്വ ശുചീകരണം, എന്തിന് പിന്നെ നികുതി പിരിവ്, നമ്മളെല്ലാവരും തെരുവിളക്കുകള്, കുടിവെള്ളം, അങ്ങനെ ഒരുപാട്, ഈ ടാങ്കറിൽ വെള്ളം അടിക്കുന്നത് നോക്കൂ. ഈ വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്യുന്ന വെള്ളം വാൽവ് അടച്ചു വെച്ച് മനഃപൂർവ്വം നഗരസഭയെ ദ്രോഹിക്കാനും മനഃപൂർവ്വം കാലങ്ങളായിട്ട്, നഗരസഭ ഇപ്പോഴല്ലേ BJP വന്നു, ഞാൻ പറയുന്ന മുമ്പ് കാലങ്ങളായിട്ട് കുടിവെള്ളക്ഷാമം പിന്നെ കൃത്രിമമായി സൃഷ്ടിച്ചതിന് ശേഷം കുടിവെള്ളം ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്നു. അപ്പൊ നഗരസഭ കൊണ്ട് വിതരണം ചെയ്യുമ്പോൾ ആൾക്കാർ പണം കൊടുത്തായിരിക്കും അത് വാങ്ങുന്നത്. ഇത് സത്യത്തിൽ ഇത് ഇവരുടെ തന്നെ വെള്ളമാണ്. ആരുടെ? വാട്ടർ അതോറിറ്റി തന്നെ ശുദ്ധീകരിച്ച വെള്ളം, പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം ഈ വാൽവ് അടച്ചു വെച്ചിട്ട്. നമുക്കറിയാം, ഇവിടെ കരമന അജിത്ത് എന്ന് പറഞ്ഞൊരു കൗൺസിലർ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ, ഈ തവണയല്ല, കഴിഞ്ഞ തവണ അദ്ദേഹം നെടുങ്കാട് നിന്ന് മത്സരിച്ച്, നെടുങ്കാട് വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു. ഞാൻ ഈ നെടുങ്കാട് കമ്മ്യൂണിസ്റ്റ് കോട്ടായിരുന്നു. നെടുങ്കാട് വാർഡിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സ്ഥലമാണത്. അപ്പോൾ കാലങ്ങളായിട്ട് അവിടെ ജയിക്കുന്നത് പുഷ്പലത എന്ന് പറയുന്ന കൗൺസിലർ. ഈ നെടുങ്കാട് വാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളക്ഷാമമാണ്. അവിടെ കുടിവെള്ളം വരണമെങ്കിൽ നമ്മൾ ഈ വേഴാമ്പല് മറ്റേ ആകാശത്ത് നോക്കി മഴ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കണം. അതാണ് അവസ്ഥ. എന്താ സംഭവം? ഈ കരമന അജിത്ത് ആദ്യമായിട്ട് പുഷ്പലതയെ തോൽപ്പിച്ച അട്ടിമറി വിജയം നേടി
ഈ അപ്പോൾ കരമന അജിത്ത് അവിടെ കൊടുത്ത ഒരു ഉറപ്പെന്ന് പറയുന്നത് വെള്ളം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ കുടിവെള്ളക്ഷാമം പരിഹരിക്കും. അങ്ങനെ ഈ എഞ്ചിനീയറെ ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരെ ബന്ധപ്പെട്ടു, വില്ലേജ് അധികൃതരെ ബന്ധപ്പെട്ട് ഈ പൈപ്പ് ലൈൻ പോകുന്ന വഴികളെല്ലാം മനസ്സിലാക്കിയപ്പോൾ എവിടെയോ ഒരു വാൽവുണ്ട്. ഈ വാൽവ് പൂട്ടിയിരിക്കുക. ഈ വാൽവ് പൂട്ടുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പേരൂർക്കട താമസിച്ചിട്ടുള്ള ആളാണ്. പോലീസിന്റെ ട്രെയിനിങ് ക്യാമ്പിന്റെ അടുത്ത്, മനസ്സിലായി, SAP ക്യാമ്പിന്റെ അടുത്ത്. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു സൈഡ് വെള്ളം വരില്ല, അവസാന സൈഡിൽ വെള്ളം വരും. അപ്പൊ ഇതെന്താണ് കാരണം എന്നുള്ളത് അന്വേഷിച്ചു. ഞാൻ താമസിക്കുന്നത് വെള്ളം വരാത്ത സൈഡിലാണ്. അപ്പൊ നിരന്തരമായി കൊറോണ കാലത്തൊക്കെ ഒരു തുള്ളി വെള്ളം കിട്ടില്ല, വലിയ ബുദ്ധിമുട്ട് കൊറോണ വന്നിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, കൊറോണ വന്ന് മരിക്കുമെന്ന് എനിക്ക് പേടിയില്ല, പക്ഷെ കുടിവെള്ളം കിട്ടാതെ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു. അന്ന് മന്ത്രി ഇടപെടലൊക്കെ നടത്തി. അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിയ വലിയ ഫ്ലാറ്റുകാരുണ്ട്, ഫ്ലാറ്റുകാർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി ചില ലൈനുകൾ ഇവർ പൂട്ടി. അതാ കവടിയാർ പ്രദേശത്തൊക്കെ ഈ സംഭവം ഇത് ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാല് ഈ സാധാരണ ജനങ്ങൾക്ക് അവിടെ വർഷങ്ങളായിട്ട് അവിടെ താമസിച്ചു വരുന്നവർക്ക് അവർക്ക് വെള്ളം റേഷനാണ്, മറ്റുള്ളവർക്ക് ഫുൾ ടൈം വെള്ളം കൊടുക്കുക. അതിനുവേണ്ടിയാണ് പലപ്പോഴും ഈ വാൽവ് പലപ്പോഴും അടച്ചു വെക്കുന്നത്. അത് ഈ ബിൽഡറുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടുത്തെ ആൾക്കാരുടെ അല്ലല്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. ഇതൊരു മാഫിയാണ്. ഈ നെടുങ്കാട് ഇതുപോലെ കരമന അജിത്ത് അവിടെ ഇവിടെ ഒക്കെ പരിശോധിച്ച് അവസാനം ഈ ഭഗീരഥ പ്രയത്നം നടത്തി ഈ വാൽവ് കണ്ടുപിടിച്ചു. ഇതൊരിടത്ത് ഒരു സ്ലാബൊക്കെ ഇട്ട് മൂടി അടച്ചു വെച്ചിരിക്കുക. ഇത് മൂപ്പര് തന്നെ പോയി നേരിട്ട് ചെന്ന് കുത്തി തുറന്നു നോക്കിയപ്പോ എന്താ വാൽവ് അടച്ച് പൂട്ടി വെച്ചിരിക്കുക. അത് തുറപ്പിച്ച് ക്ലീൻ ചെയ്ത് അതുവഴി വെള്ളം പോവാൻ തുടങ്ങി. ഇപ്പൊ അല്ല, അത് ഒരു കുന്നിൻ പ്രദേശമാണ്, അപ്പം വെള്ളം കിട്ടാനുള്ള സ്വാഭാവികമായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ 24 മണിക്കൂറും വെള്ളം കിട്ടില്ലെന്ന് വന്നാലോ? അതാണ് ഒരു വലിയ ബുദ്ധിമുട്ട്. പക്ഷെ കരമന അജിത്തിനെ പോലൊരു കൗൺസിലർ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവിടെ ഇന്ന് നെടുങ്കാട് വാർഡിൽ ഇപ്പോൾ ഭാഗികമായിട്ടെങ്കിലും കുടിവെള്ളം കിട്ടുന്നു. പക്ഷേ BJP ഭരിക്കാൻ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിക്കുന്ന പണി ഇതൊക്കെയാണ്. വാൽവുകൾ പൂട്ടുക, കൃത്യമായി കുടിവെള്ള വിതരണം തടസ്സപ്പെടുത്തുക, ഇങ്ങനെ നിരന്തരം പൈപ്പ് പൊട്ടുക. ഈ പൈപ്പ് പൊട്ടുന്നതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതുപോലെ ഇപ്പോ മറ്റൊരു പ്രതിഭാസമുണ്ട്. എന്താണെന്നറിയാമോ? മറ്റത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു 2 മാസം മുമ്പ് വരെ വൈകിട്ടൊരു 6:30 മണിയൊക്കെ ആവുമ്പോഴത്തേക്കും പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ KSEB ഉദ്യോഗസ്ഥർ വന്ന് അവര് ഫ്യൂസ് പിടിപ്പിച്ചിട്ട് പോവും. അപ്പൊ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തും. രാവിലെ 6 മണിക്ക് തന്നെ വന്ന് അവരിതെല്ലാം ഊരും. അപ്പൊ കൃത്യമായിട്ട് നമുക്കൊരു 6:45, 7 മണി തൊട്ട് എല്ലായിടത്തും ഇടതടവില്ലാതെ വെളിച്ചം കിട്ടുകയാണ്. ഇപ്പൊ 8 മണി, 8:30 മണി, 9 മണിയായാലും ഫ്യൂസ് കുത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ നഗരഭരണത്തിന് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കുക, 2 കറണ്ട് ഇല്ല. ഇവിടെ വൈദ്യുതി ഉണ്ടെങ്കിലല്ലേ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ കുറെ നാളുകളെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത ആൾക്കാര് ഇപ്പോൾ സമ്പൂർണമായ ഒരു പവർ കട്ടിലേക്ക് കേരളത്തെ കൊണ്ടെത്തി. അത് പവർ കട്ട് എന്ന പേരില്ല, ഇല്ല, ഓമന പേരാണ്. വൈദ്യുതി നിയന്ത്രണം എന്ന് വെച്ചാൽ പീക്ക് അവർ ലോഡ് മാനേജ്മെന്റ്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, SMV സ്കൂളിലെ കാര്യം ശ്രീല പറഞ്ഞത് ഒരു സംഭവമാണ്. അതുപോലെ ഒട്ടനേകം സംഭവങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ മൈതാനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്, അതുപോലെ കല്യാണ മണ്ഡപങ്ങള്, അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഹാളുകൾ, ടൗൺ ഹാളുകൾ, ഇതെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നതിലൊക്കെ വലിയ കൃത്രിമം നമ്മൾ കണ്ടതല്ലേ. അത് മാത്രമല്ല, MLA ഓഫീസിന്റെ അവസ്ഥ എന്തായിരുന്നു? എത്ര രൂപ വാടക കൊടുത്തോണ്ടിരുന്നത്? അതെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതും ഞാൻ പറയാം. നഗരസഭയുടെ ധാരാളം കെട്ടിടങ്ങൾ ഇവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വ്യവസായ സ്ഥാപനങ്ങൾക്ക്, ഷോപ്പുകൾക്ക്. ഇതിലെല്ലാം വലിയ തട്ടിപ്പുകളുമാണ് നടന്നിരിക്കുന്നത്. ഇതെല്ലാം ഇപ്പൊ പുറത്തു വരും. കാരണം ഈ പുറത്തു വരുമ്പോഴേ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രമല്ല പ്രശ്നം, ഉദ്യോഗസ്ഥർക്ക് പ്രശ്നമുണ്ട്. കേരളത്തിലെ ഈ ഇതിന്റെ ഗുണഭോക്താക്കൾക്ക് പ്രശ്നമുണ്ട്. അവര് അങ്ങനെയുള്ള ഒരു ഗുണഭോക്താക്കളാണ് ഇപ്പൊ ഈ SMV സ്കൂളിന്റെ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അവരെ കൊണ്ട് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിക്കാൻ പറ്റും. പത്രസമ്മേളനം നടത്തിയ വിവരം അറിയാം. ആരെങ്കിലും കോടതി പോയ പണി കിട്ടും. പിന്നെ ഈ രാഷ്ട്രീയക്കാര് നടത്തിയ അതിനിപ്പോ വലിയ, പ്രത്യേകിച്ചും ഇടതുപക്ഷക്കാർ എന്ത് നടത്തിയിട്ടും ആൾക്കാർക്ക് മനസ്സിലായി.
പിന്നെ ചെയ്യാവുന്നത് ഇതാണ്, ഈ ഗുണഭോക്താക്കൾ ഞങ്ങളെ ദ്രോഹിക്കുന്നേ എന്ന് പറയും. എന്ന് പറഞ്ഞു. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് എത്ര വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. മറ്റൊരു കാര്യം, ഇത് നമ്മൾ ഈ വശം പറയുമ്പോൾ മറ്റൊരു വശം കൂടി പറയണം. BJP സ്കോർ ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ 45 കൊല്ലം ഭരിച്ചു നശിപ്പിച്ച ഒരു നഗരസഭയെ BJP വന്നപ്പോൾ അവരുടെ ഭാവി എങ്കിലും ഓർത്ത്, അതായത് BJPക്ക് തുടർഭരണം കിട്ടണം, BJPക്ക് പിന്നെ എന്താ പറയുക കംഫർട്ടബിളായ മെജോറിറ്റി കിട്ടണം, ഇതൊക്കെ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു കുറ്റമൊന്നുമല്ല, ഭരണഘടനാപരമായ ക്രിമിനൽ കുറ്റമൊന്നുമല്ല. അത് CRPC അല്ല, ഭാരതീയ ന്യായ സംഹിതയിലൊന്നും അതിന് വകുപ്പില്ല. ഗുജറാത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഗുജറാത്തിൽ ഒരിക്കൽ കോർപ്പറേഷൻ കിട്ടി, പിന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എഴുതി വെച്ചോളൂ ആ കോർപ്പറേഷനിൽ നിന്നാണ് ഇന്ന് പിന്നെ പാർലമെന്റിൽ വരെ എത്തി നിൽക്കുന്നത്, രാജ്യം ഭരിക്കുന്ന പാർട്ടി. അത് മാത്രമല്ല, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയായിരുന്നു രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചത്, എഴുതി വെച്ചോളൂ ഗുജറാത്തിൽ ഞങ്ങൾ വിജയിക്കുമെന്ന്. ഏതായാലും പച്ച തൊട്ടില്ല. 15 കോർപ്പറേഷനുകളും BJP തൂത്തുവാരിക്കുന്നു. അത് വലിയ വിജയം, ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല. അതുകൊണ്ട് അപ്പോൾ ഇവിടെ BJP കൃത്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്, പണി എടുപ്പിക്കുന്നുണ്ട്. BJP വകുപ്പും ചട്ടവും ഒക്കെ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഇവിടെ കേരളത്തിൽ BJPയെ വളരാൻ അനുവദിക്കാതെ ഇരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത്, രാഷ്ട്രീയമായിട്ട് BJPയുടെ എതിര് നിൽക്കുന്നത് CPM തന്നെയാണ്. സ്വാഭാവികമാണ്. നിങ്ങൾ BJPയും CPMഉം തമ്മിൽ നല്ല മത്സരം നടക്കട്ടെ, ജനം തീരുമാനിക്കട്ടെ ആര് വേണമെന്ന്. നമ്മളത്രേ പറയുന്നുള്ളൂ. അല്ലാതെ നമുക്ക് BJP വന്നാലും CPM അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. കഴിഞ്ഞ 45 വർഷമായി കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭ പ്രത്യേകിച്ചും തുടർച്ചയായിട്ട് ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായത്. എപ്പോഴെങ്കിലും മാറി മാറി ഭരണം നടന്നിരുന്നെങ്കിൽ ഇത്രയും അഴിമതി കാണിക്കാൻ കഴിയില്ല. ഇത് ഇപ്പോ സത്യത്തിൽ അവർക്ക് കിട്ടിയ ഒരു കനത്ത അടിയാണ്. ആ കനത്ത അടിയിൽ അവർ അടിപതറിപ്പോയി. ഈ സർക്കാരും കൂടി പോയാൽ പിന്നെ അടി കനത്ത സർക്കാർ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ തിരുവനന്തപുരത്തെ തെരുവുകൾ യുദ്ധക്കളമാണ്. ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നതല്ല, ഒരു ബംഗാളിന്റെ രീതിയിലേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഭരണം CPMന്റെ കയ്യിൽ നിന്ന് പോയാൽ അവരിവിടെ നേലം തൊടാത്ത വിധത്തിൽ അക്രമ പരമ്പരകൾ നടത്തും. അതിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ പാർട്ടിക്ക് അതിനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം. അതൊക്കെ നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. പക്ഷെ എന്തായാലും ഈ പറഞ്ഞതുപോലെ BJP ഇവിടെ കൃത്യമായിട്ട് സ്കോർ ചെയ്യുന്നു. എന്നാ അങ്ങനെ സ്കോർ ചെയ്യാൻ നിന്നെ ഞങ്ങൾ വിടത്തില്ല. ഇതാണ് ഇപ്പോഴത്തെ ലൈൻ. അതിനാണ് CPM ഇനി അങ്ങനെ ഒരു അക്രമം ഉണ്ടാക്കിയാൽ വളർച്ച സ്വാഭാവികമായും BJP യാതൊരു സംശയമാണ്. കാരണം കോൺഗ്രസിന് ആ പരിസ്ഥിതിയിൽ വളരാൻ കഴിയില്ല. വളരാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പാർട്ടി BJP ആയിരിക്കും. അത് BJPക്ക് ഗുണവും ചെയ്യും. അത് അല്ല, അതൊന്നും ഈ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സത്യം തിരിച്ചറിയാൻ 20 വർഷമുണ്ട്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അവർക്ക് മനസ്സിലായിട്ടില്ല ഈ തിരുവനന്തപുരത്ത് എന്താണ് സംഭവം. ഇപ്പോഴും നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അണ്ണനൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും നഗരസഭ ഭരിക്കുന്നത് CPM ആണ് എന്നാണ്. കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്കിവിടെ CPM ഭരിച്ചോ BJP ഭരിച്ചോ എന്നുള്ളതല്ല, ജനങ്ങൾക്ക് കാര്യങ്ങൾ നടക്കണം. ആ ജനദ്രോഹപരമാകരുത് ഭരണം. അവർക്ക് വെള്ളവും വെളിച്ചവും കിട്ടണം, കാര്യങ്ങളൊക്കെ നടക്കണം. ഇതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രശ്നമുണ്ട് ശ്രീലേ, അതും കൂടെ ചൂണ്ടിക്കാണിച്ച് ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കാം. അതായത് നമ്മുടെ ഈ കെട്ടിട നികുതി, ഈ നമ്മുടെ വീടുകളുടെയൊക്കെ നികുതി പിരിക്കുന്നതിൽ വലിയ ക്രമക്കേട് നടത്തിയിരിക്കുകയാണ്. അതായത് ഉപഭോക്താവിന്റെ കയ്യിൽ റെസിപ്റ്റ് ഉണ്ട്, അവിടുത്തെ രജിസ്റ്ററിൽ വക കൊള്ളിച്ചിട്ടില്ല, കമ്പ്യൂട്ടറിൽ വക കൊള്ളിച്ചിട്ടില്ല, ഈ പണം ബാങ്കിലോട്ട് എത്തിയിട്ടില്ല. ഇതെന്താണിത്? അപ്പൊ ഇത് SC ഫണ്ട് മാറ്റി ചെലവഴിച്ചതിന് ഇപ്പൊ ഒരാൾ അറസ്റ്റിലായതേ ഉള്ളൂ. ഇനി അതിന്റെ പുറകെ അന്വേഷിച്ച് പോകുമ്പോ അറിയാം ആരാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ടാക്സിന്റെ കാര്യത്തിൽ ഇത് പുതിയ സംഭവം അല്ല. ഇത് കഴിഞ്ഞ, അതായത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് ഓരോ സോണിലും നഗരസഭ കോർപ്പറേഷന് കീഴിൽ വരുന്ന ഓരോ സോണിലും ഈ ക്രമക്കേട് നടന്നു. ഈ ക്രമക്കേടിനെതിരെ അന്ന് BJP വലിയ പ്രക്ഷോഭം നടത്തി. ഈ BJP എന്തുകൊണ്ട് ജയിച്ച്? നേമം മണ്ഡലത്തിൽ BJPക്ക് 17 സീറ്റ് കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ഈ നേമം സോണിലാണ് ഏറ്റവും കൂടുതൽ ഈ കെട്ടിട നികുതി, വീട്ടുനികുതി ക്രമക്കേട് നടന്നത്. ജനം BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ? കാരണം അവരാണ് സമരം ചെയ്തത്, അവരാണിത് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. അവസാനം നഗരസഭയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഇത് അന്വേഷിക്കാമെന്ന് സർക്കാർ ഉറപ്പ് പറഞ്ഞു.
അന്വേഷണം നടന്നു, പലർക്കെതിരെയും നടപടി വന്നു, ചില ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു, ചിലരെയൊക്കെ ഈ കേസിൽ പ്രതിയാക്കി. അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ്. അതാണ് ഈ നേമത്ത് 17 സീറ്റൊക്കെ കിട്ടിയത് വെറുതെ അല്ലെന്നേ. അവർ ചുമ്മാ എന്താ പറയുക, വെറുതെ ഒരു ദിവസം വന്ന് 70mm ചിരിയൊക്കെ ചിരിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ചപ്പോൾ കിട്ടിയതല്ല. അതൊന്നും BJP പണിയെടുത്തിട്ട് തന്നെ കിട്ടിയതാണ്. അതിപ്പോൾ കോൺഗ്രസ് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടുമായിരുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഖദർ വിട്ടിറങ്ങും. അല്ല, അവരെ സംഘടനാ സംവിധാനം ദുർബലമാണ്, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഉള്ളൂ. ഈ മെയ് 4-ാം തീയതി നമ്മുടെ മറ്റന്നാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി വന്നു കഴിയുമ്പോൾ ആകെ ജോറാകും. ഈ ഇടതുപക്ഷം ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ അവരെടുത്ത് വിരട്ടും ഭീഷണിയൊക്കെ കൊണ്ടുചെന്ന അതൊന്നും നടക്കില്ല. അതൊക്കെ തീയിൽ കുരുത്തതാണ്, അതങ്ങനെ വെയിലത്ത് വാടില്ല എന്ന് മാത്രം ഈ കേരളത്തിലെ CPM നേതാക്കൾ മനസ്സിലാക്കുക.